എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ APOൻ്റെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി 2 റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. ജയിൽ വകുപ്പിൻ്റെയും കഴിഞ്ഞു, അതുപോലെ തന്നെ സൈക്കോളജിൻ്റെ റിവിഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമത്തിൽ നിന്ന് 5 മാർക്കാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം 2005 ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത ആരാ? അരുണ റോയ്. അരുണ റോയിയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന ഏതാ? MKSS. MKSSൻ്റെ ഫുൾ എന്താ? മസ്ദൂർ കിസാൻ ശക്തൻ സംഘടൻ. MKSSൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? രാജസ്ഥാനായിരുന്നു. ദേശീയ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം PYQ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ദേശീയ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം. അടുത്ത പോയിന്റിലേക്ക് പോവാം. ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി PYQ ക്വസ്റ്റ്യൻ APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ദേശീയ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാ? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം സുഡാൻ. വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം സുഡാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാ? തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. പിന്നെ വിവരാവകാശ നിയമം 2005 എത്ര അധ്യായങ്ങളുണ്ടെന്നറിയോ? 6 അധ്യായങ്ങൾ, 31 സെക്ഷനുകൾ, 2 ഷെഡ്യൂളുകളാണുള്ളത്. അത് നമ്മൾ പറഞ്ഞു 6 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 1ാമത്തെ അധ്യായം പ്രിലിമിനറി. എല്ലാ നിയമം പോലെ തന്നെ പ്രിലിമിനറി. 1ാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി. 2ാമത്തെ ചാപ്റ്റർ റൈറ്റ് ടു ഇൻഫർമേഷൻ. 3ാമത്തെ ചാപ്റ്റർ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 4ാമത്തെ ചാപ്റ്റർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ. 5ാമത്തെ ചാപ്റ്റർ അപ്പീൽ ആൻഡ് പെനാൽറ്റി. 5ാമത്തത് അപ്പീൽ ആൻഡ് പെനാൽറ്റി. 6ാമത്തത് വിവിധ വ്യവസ്ഥകൾ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരം എന്നത് എന്താണ്? ഒരു പൊതു അധികാരിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഭൗതികമോ ഡിജിറ്റലോ ആയ വിവരങ്ങളും വസ്തുക്കളും സാമ്പിളും മറ്റെന്തെങ്കിലും നിയമത്തിൽ കീഴിൽ ഒരു പൊതു അധികാര സ്ഥാപനത്തിനെ പ്രാപ്യമാക്കുമ്പോൾ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 2F. സെക്ഷൻ 2F പ്രകാരം വിവരം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കും. അത് എന്തൊക്കെയുണ്ട്? രേഖകൾ, അതുപോലെ തന്നെ ഇമെയിൽ, അതുപോലെ തന്നെ ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, അതുപോലെ തന്നെ പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയലും വിവരങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്ഷൻ ഓർത്ത് വെച്ചോ, സെക്ഷൻ 2F PYQ ആണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൽ പോലും ചോദിച്ച സെക്ഷനാണ് സെക്ഷൻ 2F. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാം. പബ്ലിക് അതോറിറ്റി, പൊതു അധികാരി എന്നതിന് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? ഭരണഘടന പ്രകാരവും പാർലമെന്റ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലാ അധികാര സ്ഥാപനങ്ങളും, സംസ്ഥാന നിയമസഭകളുടെ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അധികാര സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതും സാമ്പത്തിക സഹായം ലഭിക്കുന്നതുമായ സ്ഥാപനങ്ങൾ. അല്ലേ? അതാണ് പൊതു അധികാരി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് പോവാം. വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനല്ല? സെക്ഷൻ 8(1) PYQ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമത്തിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന്? സെക്ഷൻ 8(1) ആണ്. സെക്ഷൻ 8(1) ആണ്. ഏതൊക്കെയാണോ ആ വിവരങ്ങൾ നോക്കുക അല്ലേ?
ഒഴിവാക്കപ്പെട്ടുള്ള വിവരങ്ങൾ, രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ, വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനും അപകടമാകുന്നതോ നിയമപാലകർക്ക് രഹസ്യമായി നൽകുന്ന വിവരങ്ങളോ, ഇതൊക്കെ സെക്ഷൻ 8(1) പ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുള്ള വിവരങ്ങളാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു വ്യക്തിക്ക് അയാളുടെ വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം വിശാലമായ പൊതു താല്പര്യത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടതില്ല. ആ പോയിന്റ് സ്റ്റേറ്റ്മെൻ്റായിട്ട് കയറി വരും, ശ്രദ്ധിക്കണം. RT സെക്ഷൻ 9 എന്തുമായി ബന്ധപ്പെട്ടതാ? പകർപ്പവകാശ സംബന്ധമായതാണ് സെക്ഷൻ 9. ഇപ്പം നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് പഠിച്ചു? സെക്ഷൻ 2F പഠിച്ചു, എന്താണ്? വിവരവുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 8(1) പഠിച്ചു. 8(1) എന്താ? വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇപ്പതാ സെക്ഷൻ 9 പഠിക്കുന്നു, പകർപ്പവകാശ സംബന്ധമായത്. സെക്ഷൻ 9 പ്രകാരം വിവരം നിരസിക്കുന്നത്, ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരം നൽകേണ്ടതില്ല എന്നാണ് കേട്ടോ. സെക്ഷൻ 9 പ്രകാരം വിവരം നിരസിക്കുന്നപ്പോഴാണ് ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കപ്പെടുന്നില്ല, ഒരു വിവരം നൽകേണ്ടതില്ല അല്ലെ, അവകാശം ലംഘിക്കപ്പെടുന്ന ഒരു വിവരം നൽകേണ്ടതില്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട ഒരേ ഒരു വിവരം പകർപ്പവകാശവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ സംരക്ഷണം സർക്കാരിന് പകർപ്പവകാശത്തിന് ലഭിക്കുകയുമില്ല. സ്റ്റേറ്റ്മെൻ്റായിട്ട് കയറി വരും. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. RT ആക്ട് സെക്ഷൻ 11 എന്തുമായി ബന്ധപ്പെട്ടതാ? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 2F വിവരം. സെക്ഷൻ 8(1) എന്താണ്? വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. സെക്ഷൻ 9 പകർപ്പവകാശ സംബന്ധമായത്. ഇപ്പോൾ സെക്ഷൻ 11 നമ്മൾ പഠിക്കുന്നു, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഒന്നാം കക്ഷി അപേക്ഷകനും, രണ്ടാം കക്ഷി എന്ന് പറയുന്നത് ആരാ? അപേക്ഷകനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഒന്നാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകൻ, രണ്ടാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകനിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. മൂന്നാം കക്ഷി എന്ന് പറയുന്നത് അപേക്ഷകൻ അല്ലാത്ത മറ്റൊരു വ്യക്തിയോ പൊതു അധികാരിയോ ആകാം. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം തേടിക്കൊണ്ട് ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ അത് മൂന്നാം കക്ഷിയെ അറിയിക്കേണ്ടത് 5 ദിവസത്തിനകം. 5 ദിവസത്തിനകം അറിയിക്കണം ഈ വിവരം. എന്ത് വിവരം? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം തേടിക്കൊണ്ട് ഒരു അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചാൽ അത് മൂന്നാം കക്ഷിയെ അറിയിക്കേണ്ടത് 5 ദിവസത്തിനകമാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. RT ആക്ട് സെക്ഷൻ 11 പ്രകാരം താനുമായി ബന്ധപ്പെട്ട രഹസ്യവിവരം നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ബോധിപ്പിക്കേണ്ടത് 10 ദിവസത്തിനകം. നേരത്തെ ഒരു 5 ദിവസം പഠിച്ചു, ഇപ്പോൾ ഒരു 10 ദിവസം പഠിച്ചു. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് പോകാം. പൊതു താല്പര്യ സംരക്ഷണാർത്ഥം പ്രകാരമുള്ള വിവരമാണെങ്കിൽ മൂന്നാം കക്ഷിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പോലും വിവരം അപേക്ഷകനെ കൈമാറാം. സ്റ്റേറ്റ്മെൻ്റായിട്ട് കയറി വരും ഈ പോയിന്റുകളൊക്കെ. എന്നാൽ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാൻ മൂന്നാം കക്ഷിക്ക് അവകാശമുണ്ടെന്ന് രേഖാമൂലം അറിയിക്കണം. തുടർന്ന് വരാവുന്ന അപ്പീൽ നടപടിക്ക് വിധേയമായി മാത്രം അപേക്ഷകനെ വിവരം നൽകുക. ഓക്കെ. ദേശീയ വിവരാവകാശ നിയമത്തിലെ ഏത് അധ്യായത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അധ്യായം 3. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മുൻപ് പറഞ്ഞു 6 അധ്യായങ്ങളുണ്ട്. അതിൽ 3ാമത്തെ അധ്യായത്തിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇപ്പം നമ്മളിതിൽ പഠിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുകയാണ്. അതിൽ അധ്യായം ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായമാണ് 3. അധ്യായം 3. അധ്യായം 3 12 മുതൽ 14 വരെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12 മുതൽ 14 വരെ. അധ്യായം 3 12 മുതൽ 14 വരെ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനിലാണ്, ന്യൂഡൽഹി. ഓക്കെ അല്ലേ? CIC ഭവൻ, ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനും കൂടാതെ 11 കമ്മീഷണർ വരെ ആകാം എന്നാണ് പറയുന്നത്. ഇത്ര വേണം നിർബന്ധമില്ല. അപ്പോൾ 11 പേര്, അതായത് 1+10 കമ്മീഷണർമാരും ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷനും. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, വിവരാവകാശ കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. ഓക്കെ. വിവരാവകാശ കമ്മീഷൻ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ. PYQ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ചോദ്യം ഇവിടെ നിന്നായിരുന്നു. നോക്കാം നമുക്ക്. ആ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ നോക്കാം. 1 പ്രധാനമന്ത്രി, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോകസഭ പ്രതിപക്ഷ നേതാവ്. ഈ സമിതിയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും.
ഇതിൽ അംഗമായിരിക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ് അധ്യക്ഷൻ. മൊത്തം 3 പേരാണ്, ഓർക്കണം, മാറിപ്പോകരുത്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതാരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതാരാ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം അത്. ഓക്കെ, അതായത് ഒരു 60 വയസ്സുള്ള വ്യക്തിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് ആയി കയറുകയാണെങ്കിൽ അയാൾ 63-ാം വയസ്സിൽ ഇറങ്ങണം. ഇനി 63 വയസ്സുള്ള ഒരു വ്യക്തിയാണ് കയറുന്നത് വെച്ചാൽ അയാൾ 65-ാം വയസ്സിൽ ഇറങ്ങണം. കാരണം 65-ന്റെ മേലേക്ക് പോകാൻ പാടില്ല. 2 വർഷം അയാൾക്ക് സർവീസ് ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ 2019 ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് കമ്മീഷണർമാരുടെയും കാലാവധി നിശ്ചയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിക്കുന്നു. അതിൽ പ്രകാരം നിലവിൽ അത് 3 വർഷം വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ, ഏതാണോ ആദ്യം അതുവരെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും വീണ്ടും തൽസ്ഥാനത്ത് നിയമിക്കപ്പെടാൻ യോഗ്യരല്ല. അടുത്ത പോയിന്റ്, വിവരാവകാശ കമ്മീഷണർമാർക്ക് കേന്ദ്രത്തിലെയോ സംസ്ഥാനത്തിലെയോ മുഖ്യ വിവരാവകാശ കമ്മീഷണറാകാൻ യോഗ്യതയുണ്ട്. ഇതൊക്കെ ഒന്നും കൂടി വായിച്ച് നോക്കണം. ഈ പോയിന്റ് സ്റ്റേറ്റ്മെൻ്റായിട്ട് കയറി വരും. ഞാനിപ്പോൾ വെറുതെ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വായിച്ചു പോവുക കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവർ കാലാവധിക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ മറ്റ് പദ്ധതികൾ വഹിക്കുന്നതിന് തടസ്സമില്ല. പിന്നെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഓക്കെ, നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. ഓക്കെ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതിനുള്ള കാരണങ്ങൾ പറയുന്നത് കാര്യപ്രാപ്തിയില്ലായ്മ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് കാര്യപ്രാപ്തിയില്ലായ്മ 1. അതുപോലെ തന്നെ ശാരീരികമായോ മാനസികമായുള്ള ആരോഗ്യക്കുറവ് 2ാമത്തെ കേസ്. അതുപോലെ തന്നെ എന്നിവയുടെ അടിസ്ഥാനത്തിലോ പേരുമാറ്റ ദൂഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം, അതായത് രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം മാത്രമാണ് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് നീക്കം ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം മാത്രമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അല്ലാതെ രാഷ്ട്രപതിക്കൊന്നുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ്. കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് പാർലമെൻറ്റിന് കൈമാറും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അദ്ദേഹം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 4. ഓക്കെ, ഏത് സെക്ഷൻ 15 മുതൽ 17 വരെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഏതായിരുന്നു? അധ്യായം 3 സെക്ഷൻ 12 മുതൽ 14 വരെയും. ഓക്കെ, രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ ഉൾപ്പെടെ പരമാവധി അംഗങ്ങൾ എത്ര? 11. കേന്ദ്രവും സെയിമാണ് 11. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ എന്നിവർ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുക. കേന്ദ്രത്തിൻ്റെ കേസിൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിൻ്റെ കേസിൽ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാ? മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആയിരിക്കും ഇതിൻ്റെ അധ്യക്ഷൻ. 3 പേരടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി ആയിരിക്കും ഇതിൻ്റെ അധ്യക്ഷൻ. കേന്ദ്രത്തിൻ്റെ കേസിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയല്ല, ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേരാണ് കേന്ദ്രത്തിൻ്റെ കേസിൽ. സംസ്ഥാനത്തിൻ്റെ കേസിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിസഭയിലെ അംഗം, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇതിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. കേന്ദ്രത്തിൻ്റെ കേസിൽ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഓക്കെ അല്ലടാ? ഓക്കെ, ഇനി കാലാവധി സെയിമാണ്, 3 വർഷം 65 വയസ്സ്. കേന്ദ്രത്തിൻ്റെ കേസിലും സംസ്ഥാനത്തിൻ്റെ കേസിലും കാലാവധി സെയിമാണ്. നീക്കം ചെയ്യുന്ന അധികാരമുള്ളത് ഗവർണർക്ക്. നിയമിക്കാൻ അധികാരം ഗവർണർക്കാണ് സംസ്ഥാനത്തിൻ്റെ കേസിൽ. അതുപോലെ തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണർക്കാണ്. സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലായിരിക്കും? ഗവർണറിൻ്റെ മുമ്പിലായിരിക്കും. ഓക്കെ, വാർഷിക റിപ്പോർട്ട് കേന്ദ്രത്തിൻ്റെ കേസിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ കേസിൽ ആർക്കായിരിക്കും? സംസ്ഥാന ഗവൺമെൻറ്റിന്. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2005 വിവരാവകാശ നിയമം പ്രകാരം വിവരാവകാശ കമ്മീഷനെയും പൗരനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് PIO, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം.
കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലുള്ള അതാത് ഓഫീസുകളിലെ പ്രധാന ഉദ്യോഗസ്ഥനായിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷ പൗരൻ സമർപ്പിക്കുന്നത് ആർക്ക് മുമ്പിലാണ്? ഇദ്ദേഹത്തിന് മുമ്പിൽ. ഇദ്ദേഹം എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുമ്പിലാണ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട അപേക്ഷ പൗരൻ സമർപ്പിക്കുന്നത്. ഓക്കെ അല്ല? ഓക്കെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവത്തിൽ ഈ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അതായത് PIO ഇല്ലെങ്കിൽ ആര് നോക്കും? APIO നോക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? PIO APIO അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നത് പ്രത്യേക തസ്തികയല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെ അധിക ചുമതലയാണ്. അതിനായിട്ടൊരു പോസ്റ്റ് ഇല്ല, അത് അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ ചുമതലയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഫീസ് നൽകേണ്ട തുക 10 രൂപ. 10 രൂപയാണ് നമുക്ക് വിവരം ലഭിക്കാൻ വേണ്ടി, വിവരാവകാശ നിയമപ്രകാരം നമ്മൾ വിവരം ലഭിക്കാൻ വേണ്ടി അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത് വെറും 10 രൂപയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ PYQ ആണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം BPL വിഭാഗത്തിൽപ്പെട്ടവർ. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷ ഫീസില്ല, 10 രൂപ പോലുമില്ല. ഓക്കെ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിങ്ങനെയുള്ള തരംതിരിവുകൾ ഇവിടെ പറയുന്നില്ല. പൊതുവായി BPL വിഭാഗം എന്നാണ് പ്രതിപാദിക്കുന്നത്. നിയമത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഓക്കെ, സാധാരണഗതിയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ മറുപടി ലഭിക്കേണ്ട ദിവസം 30 ദിവസം. ഓക്കെ അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മളൊരു വിവരം കിട്ടാൻ വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്തു. അതിന് മറുപടി നമുക്ക് ലഭിക്കേണ്ടത് 30 ദിവസത്തിന് ശേഷമാണ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപേക്ഷയ്ക്ക് മറുപടി നൽകേണ്ട സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 7 ഓക്കെ അല്ല? സെക്ഷൻ 7 ഇനി അടുത്തത്, നിയമപ്രകാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയാൽ മറുപടി ലഭിക്കേണ്ട കാലാവധി എത്രയാണ്? 35 ദിവസം. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടും. അതിൻ്റെ പകരം നമ്മൾ കൊടുക്കുന്നത് APIO ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 35 ദിവസത്തിന് ശേഷമായിരിക്കും. ഓക്കെ, 35 ദിവസത്തിനുള്ളിൽ. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ദോഷം സംഭവിക്കാത്തക്ക വിധത്തിലുള്ള അടിയന്തര സ്വഭാവത്തോടു കൂടിയ അപേക്ഷമേൽ മറുപടി ലഭിക്കുന്നതിന് വേണ്ട സമയം എത്രയാണ്? 48 മണിക്കൂർ മാത്രം. ഓക്കെ, PYQ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. PIO ആണെങ്കിൽ 30 ദിവസം, APIO ആണെങ്കിൽ 35 ദിവസം, ജീവനോ സ്വത്തിനോ ബാധിക്കുന്ന സംഭവമാണെങ്കിൽ 48 മണിക്കൂർ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കേണ്ട ദിവസം കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുന്ന പിഴ 250 രൂപ. അതായത് നമ്മളിപ്പോൾ 30 ദിവസം പറഞ്ഞു, ഒരു PIOയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ കിട്ടണം. ആ 30 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തിനും 250 രൂപ വെച്ച് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പിഴ ചുമത്താൻ പറ്റും. ഓക്കെ, പിഴ ചുമത്തും. ഓരോ ദിവസവും 250 രൂപ വെച്ചിട്ട്. അങ്ങനെ എത്ര 250? അതായത് ഇപ്പോൾ 4 ദിവസമാണെങ്കിൽ 1000. ഓക്കെ, അങ്ങനെ മനസ്സിലായില്ലേ? 4 ദിവസമാണെങ്കിൽ 1000 രൂപ പിഴ കിട്ടും. 8 ദിവസമാണെങ്കിൽ 2000 രൂപ. അങ്ങനെ 25,000 രൂപ വരെ പരമാവധി പിഴ ചുമത്താൻ പറ്റും. അതാണ് നിയമത്തിൽ പറയുന്നത്. ഇത് പറയുന്നത് ഏത് സെക്ഷനിൽ അറിയോ? അധ്യായം 5 സെക്ഷൻ 20 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി മേൽ പരാതി ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം 1-ാം അപ്പീൽ നൽകാം? 30 ദിവസത്തിനകം 1-ാം അപ്പീൽ നൽകാം. ഇതൊക്കെ ഒന്നുകൂടി വായിക്കണം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ വായിക്കണം, ഒന്നുകൂടി കേട്ട് നോക്കണം, ഒന്നുകൂടി വായിക്കുകയും ചെയ്യാം. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം മറുപടി മേൽ തൃപ്തിക്കുറവ് പരാതി ഉണ്ടെങ്കിൽ പൗരനെ അതിന്മേൽ 1-ാം അപ്പീലും അതിനും തൃപ്തനല്ലെങ്കിൽ 2-ാം അപ്പീലും എന്നിങ്ങനെ നൽകാൻ കഴിയുന്ന ത്രിതല അപ്പീൽ സംവിധാനം ലഭ്യമാക്കുന്നു. 1-ാം അപ്പീൽ പ്രകാരമുള്ള പരാതി കൈകാര്യം ചെയ്യേണ്ടത് PIOയേക്കാളും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 19(1) 1-ാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മൾ കുറേ സെക്ഷൻസ് ഇപ്പോൾ പറഞ്ഞു, നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ. സെക്ഷൻ 2F എന്തായിരുന്നു? വിവരവുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 8(1) എന്തായിരുന്നു? വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി സെക്ഷൻ 9 എന്തായിരുന്നു? പകർപ്പവകാശ സംബന്ധമായത്. സെക്ഷൻ 11 പഠിച്ചു, 3-ാം കക്ഷിയുമായി ബന്ധപ്പെട്ടത്. പിന്നെ സെക്ഷൻ 12 മുതൽ 14 വരെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. സെക്ഷൻ 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. പിന്നെ ഇപ്പോൾ പഠിച്ചു 19(1) പഠിച്ചു. 19(1) എന്താ? 1-ാം അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. വിവരാവകാശ മറുപടിയിൽ മേലുള്ള 1-ാം അപ്പീൽ സ്വീകരിച്ച് സാധാരണഗതിയിൽ എത്ര ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരി മറുപടി നൽകണം?
30 ദിവസത്തിനകം. ഓക്കെ, സാധാരണഗതിയിൽ 30 ദിവസത്തിനകം ഒഴിവാക്കൽ പറ്റാത്ത സാഹചര്യത്തിൽ പരമാവധി 45 ദിവസങ്ങൾക്കുള്ളിലോ അപ്പീൽ തീർപ്പാക്കണം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പ്രകാരം ഉള്ള മറുപടിയിലും 1-ാം അപ്പീൽ പ്രകാരമുള്ള മറുപടിയിലും പൗരൻ തൃപ്തനല്ലെങ്കിൽ 2-ാം അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനകം? 90 ദിവസം. ഓക്കെ, വിവരാവകാശ കമ്മീഷൻ മുമ്പാകെയാണ് 2-ാം അപ്പീൽ നൽകേണ്ടത്. ഈ അപ്പീലുകൾക്ക് ഫീസ് ഉണ്ടോ? ഫീസ് ഇല്ല. എന്നാൽ ഹൈക്കോടതി, മറ്റു കോടതികൾ എന്നിവിടങ്ങളിൽ അപ്പീൽ ഫീസ് ഉണ്ട്, 50 രൂപയാണ്. 2-ാം അപ്പീൽ മേൽ വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം അന്തിമമായിരിക്കും. ഏത് സാഹചര്യത്തിലാണ് പൗരനെ വിവരാവകാശ കമ്മീഷൻ നേരിട്ട് സമീപിക്കാവുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ, ശരിക്കും എങ്ങനെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഒരു വിവരം ലഭിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. പക്ഷേ നേരിട്ട് ചില സാഹചര്യത്തിൽ നേരിട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ആ കേസുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതിലൊന്ന്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം കൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴും PIO അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോഴും ഒരു കേസ്. അതുപോലെ തന്നെ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ വിവരം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ 2-ാമത്തെ കേസ്. അപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ നൽകുമ്പോൾ, അതുപോലെ തന്നെ അമിതമായ ഫീസ് ആവശ്യപ്പെടുമ്പോൾ. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് വായിച്ചു വിട്ടാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, രാജ്യത്തെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് അബീബുള്ള. സെറ്റാണ്. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. 4-മത്തായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നിലവിൽ കേന്ദ്രത്തിൻ്റെ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയലാണ്. 2025 ഡിസംബർ 15 ഇദ്ദേഹം വന്നത്. അതുപോലെ തന്നെ നിലവിൽ കേരള വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ. വിവരാവകാശം വി ഹരിനായർ. ഓക്കെ, ഓക്കെ, സെറ്റല്ലേ? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.